السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. തീർത്ഥാടകർക്ക് അല്ലെങ്കിൽ ഹജ്ജാജികൾക്ക് വെള്ളം കൊടുക്കുന്ന ആളുകൾക്ക് മക്കയിൽ നിൽക്കാമോ, മിനായിൽ നിൽക്കേണ്ട രാത്രികളിലും? ഹൽ യബീതു അസ്ഹാബു സിഖായത്തി ഔ ഗൈറുഹും ബിമക്കത ലയാലി മിനൻ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അനുവദിച്ചിട്ടുണ്ട്. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ റഖസ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അനുവദിച്ചിട്ടുണ്ട് എന്ന് മുകളിൽ പറഞ്ഞതുപോലെ തന്നെ. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അന്ന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അദിന. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു അനുവാദം ചോദിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കയിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ട്. മിനായുടെ രാത്രിയായിരുന്നു അത്. ആളുകൾക്ക് വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിന്നോട്ടെ എന്ന് ചോദിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അനുവദിച്ചു. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്ന അൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇസ്തഅദന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ലി യബീത ബിമക്കത മിൻ ഇജ്ലി ബിസിഖായതി ഫഅദിന ലഹു. ജിമാർ അലി ജംറകളിൽ കല്ല് എറിയുന്നത് റമീൽ ജിമാർ. ജാബിർ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ല് എറിഞ്ഞു നഹർ ദിവസം 10 ദുൽഹജ്ജ, ഉച്ചയ്ക്ക് മുമ്പാണത് ചെയ്തത്. ഇത് ജംറത്തുൽ അഖബയ്ക്ക് മാത്രമാണ്. 11 ദുൽഹജ്ജയും 12 ദുൽഹജ്ജയും അദ്ദേഹം കല്ല് എറിഞ്ഞു സൂര്യൻ ചെരിഞ്ഞതിന് ശേഷം, അതായത് ലുഹറിന് ശേഷം, നട്ടുച്ചയ്ക്കിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടാണ് 11നും 12നും കല്ലെറിഞ്ഞത്. 10ന് കല്ലെറിയേണ്ടത് ജംറത്തുൽ അഖബയിലാണ്, അത് ഉച്ചയ്ക്ക് മുമ്പാണ്. وقال جابر رمى النبي صلى الله عليه وسلم يوم النحر ضحى ورمى بعد ذلك بعد الزوال. വബ്ര വിശദീകരിക്കുന്നു, ഞാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമായോട് ചോദിച്ചു, റമി ഞാൻ എപ്പോഴാണ് ജിമാറുകളിൽ ജംറകളിൽ ചെയ്യേണ്ടത്? അദ്ദേഹം മറുപടി പറഞ്ഞു, നിന്റെ അമീർ അല്ലെങ്കിൽ നേതാവ് എപ്പോഴാണ് ചെയ്യുന്നത് അപ്പോൾ പോയി ചെയ്യുക. ഞാൻ അദ്ദേഹത്തിനോട് വീണ്ടും ചോദിച്ചു ഇതേ ചോദ്യം. അദ്ദേഹം മറുപടി പറഞ്ഞു, ഞാൻ സൂര്യൻ ചെരിയുന്നത് വരെ, ഉച്ച കഴിയുന്നത് വരെ കാത്തിരിക്കാറുണ്ടായിരുന്നു ഞങ്ങൾ, എന്നിട്ടായിരുന്നു കല്ലെറിഞ്ഞിരുന്നത് 11, 12 ദുൽഹജ്ജകളിൽ. അന്ന അബറത ഖാല സഅൽതു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ മതാ അംരിൽ ജിമാർ ഖാല ഇദാ റമ ഇമാമുക ഫയർമിഹി ഫഅഅദ്തു അലൈഹിൽ മസ്അലത ഖാല കുന്ന നതഹയ്യനു ഫഇദാ സാലത്തിശ് ശംസു റമൈന. താഴ്വരയുടെ നടുക്ക് നിന്നുകൊണ്ട് ജംറകളിലേക്ക് കല്ലെറിയുന്നത് റമിൽ ജിമാരി മിൻ ബത്നിൽ വാദി. അബ്ദുറഹ്മാൻ ബിൻ യസീദ് വിശദീകരിക്കുന്നു, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതായത് താഴ്വരയുടെ നടുക്ക് നിന്നുകൊണ്ട് റമി അലി കല്ലെറിയൽ. അപ്പം ഞാൻ പറഞ്ഞു, അല്ലെ അബു അബ്ദുറഹ്മാനെ, കുറേ ആളുകൾ കല്ലെറിയാറുണ്ട് ജംറയിലേക്ക് താഴ്വരയുടെ മുകളിൽ നിന്ന്. അദ്ദേഹം പറഞ്ഞു, അവനാണേ ആരാധിക്കാൻ അർഹനായിട്ട് വേറെ ആരാണോ ഇല്ലാത്തത് അവനാണേ, അതായത് അള്ളാഹു ആണേ. ഇവിടെ നിന്നുകൊണ്ടാണ് ഒരാൾ കല്ലെറിഞ്ഞത്. ആരുടെ മേളിലാണോ സൂറത്തുൽ ബഖറ ഇറങ്ങിയത്, അതായത് അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റസൂൽ ഇവിടെ നിന്നാണ് കല്ലെറിഞ്ഞത്. عن عبد الرحمن بن يزيد قال رمى عبد الله من بطن الوادي فقلت يا أبا عبد الرحمن إن ناسا يرمونها من فوقها فقال والذي لا إله غيره هذا مقام الذي أنزلت عليه سورة البقرة സല്ലല്ലാഹു അലൈഹി വസല്ലം. ജംറകളിൽ കല്ലെറിയുന്നത് 7 ചെറിയ കല്ലുകൾ കൊണ്ട്. റമൽ ജിമാരി ബിസബഇ ഹസയാത്തിൻ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇത് വിശദീകരിച്ചിട്ടുണ്ട്. സക്കറഹു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുറഹ്മാൻ ബിൻ യസീദ് വിശദീകരിക്കുന്നു, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു വലിയ ജംറയിൽ എത്തിയപ്പോൾ, അതായത് ജംറത്തുൽ അഖബയിൽ എത്തിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ നിന്നു. എന്നിട്ട് ചെറിയ കുഞ്ഞ് കല്ലുകൾ എടുത്ത് എറിഞ്ഞു ജംറയിലേക്ക്. എന്നിട്ട് പറഞ്ഞു, ആരുടെ മേളിലാണോ സൂറത്തുൽ ബഖറ ഇറങ്ങിയത്, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉദ്ദേശിക്കുന്നത്, ഇതേപോലെയാണ് അദ്ദേഹം കല്ലെറിഞ്ഞത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ബഖറ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ വലിയ കാര്യമാണ്, അതാണ് അവരിങ്ങനെ എടുത്ത് പറയുന്നത്. നമുക്ക് അതൊരു തലവേദനയാണ്, ഓതിയ തീരുല്ലാത്ത സൂറത്ത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, ആമീൻ. عن عبد الرحمن بن يزيد عن عبد الرحمن بن مسعود رضي الله عنه أنه انتهى إلى الجمرة الكبرى جعل البيت عن يساره ومنا عن يمينه ورمى ب7 وقال هكذا رمى الذي أنزلت عليه سورة البقرة صلى الله عليه وسلم. കാബയെ ഇടതുവശത്ത് ആക്കുന്നത് ജംറയിൽ കല്ല്
എറിയുമ്പോൾ വലിയ ജംറയിൽ ജംറത്തുൽ അഖബയിൽ മൻ റമാ ജംറത്തുൽ അഖബതി ഫജഅലൽ ബൈത അൻ യസാരിഹി. അബ്ദുറഹ്മാൻ ബിൻ യസീദ് വിശദീകരിക്കുന്നു, ഞാൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഹജ്ജ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം കല്ല് എറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വലിയ ജംറയിൽ, അതായത് ജംറത്തുൽ അഖബയിൽ. 7 ചെറിയ കല്ലുകൾ ആണ് അദ്ദേഹം എടുത്തത്. കഅബ അദ്ദേഹത്തിൻ്റെ ഇടതുവശത്തായിരുന്നു, മിന അദ്ദേഹത്തിൻ്റെ വലതുവശത്തായിരുന്നു. അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, ഈ സ്ഥലത്ത് തന്നെയാണ് ആരുടെ മേളിലാണോ സൂറത്തുൽ ബഖറ ഇറങ്ങിയത് ആ ആളും ചെയ്തത്. അതായത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം അവിടെ തന്നെയാണ് നിന്നത്. അൻ അബ്ദുറഹ്മാൻ ബിൻ യസീദ അന്നഹു ഹജ്ജ മഅ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഫറഅഹു യർമൽ ജംറത്തൽ കുബ്ര ബിസബഇ ഹസയാത്തിൻ ഫജഅലൽ ബൈത അൻ യസാരിഹി വമിനൻ അൻ യമീനിഹി ثم قال هذا مقام الذي أنزلت عليه سورة البقرة. അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് അള്ളാഹു ഏറ്റവും വലിയവനാണ്. ഓരോ കല്ലെറിയുമ്പോഴും അങ്ങനെ പറയുക. യുകബ്ബിറു മാ കുല്ലി ഹസാത്തി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്തതായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഖാല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ അഅ്മശ് വിശദീകരിക്കുന്നു, അൽ ഹജ്ജാജ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മിമ്പറിൽ നിന്ന്. ഏത് സൂറത്തിലാണോ അൽ ബഖറ അതായത് പശു എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെപ്പറ്റി പരാമർശിച്ചിരിക്കുന്നത്, ഏത് സൂറത്തിലാണോ ഇമ്രാൻ്റെ കുടുംബത്തെ പറ്റി പരാമർശിച്ചിരിക്കുന്നത്, ഏത് സൂറത്തിലാണോ അന്നിസാ സ്ത്രീകളെ പറ്റി പറഞ്ഞിരിക്കുന്നത്, ഞാനിത് ഇബ്രാഹീമിനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അബ്ദുറഹ്മാൻ ബിൻ യസീദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അബ്ദുല്ലാ ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പമായിരുന്നു. അവർ കല്ല് എറിഞ്ഞു ജംറത്തുൽ അഖബയിൽ വലിയ ജംറയിൽ. എന്നിട്ട് താഴ്വരയുടെ നടുക്കേക്ക് പോയി. അവിടെ ഒരു മരത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ, ജംറയുടെ അടുത്തുണ്ടായിരുന്ന ഒരു മരത്തിൻ്റെ അടുത്ത് അദ്ദേഹം അവിടെ നിന്നു. എന്നിട്ട് 7 ചെറിയ കല്ലുകൾ എറിഞ്ഞു. അദ്ദേഹം അള്ളാഹു അക്ബർ എന്ന് ഓരോ കല്ലെറിയുമ്പോഴും പറയുന്നുണ്ടായിരുന്നു, അള്ളാഹു വലിയവനാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആരാണോ ആരാധിക്കപ്പെടാൻ അർഹനല്ലാതെ വേറെ ആരും ഇല്ലാത്തത്, അതായത് ആരാധിക്കപ്പെടാൻ അർഹനായ ഒരാൾ ആരാണോ അത് അള്ളാഹു ആണേ സത്യം. ഈ സ്ഥലത്ത് ആണ് ആരുടെ മേളിലാണോ സൂറത്തുൽ ബഖറ ഇറങ്ങിയത്, അതായത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം നിന്നത്. حدثنا الأعمش قال سمعت الحجاج يقول على المنبر السورة التي يذكر فيها البقرة والسورة التي يذكر فيها آل عمران والسورة التي يذكر فيها النساء. قال فذكرت ذلك لإبراهيم فقال حدثني عبد الرحمن بن يزيد أنه كان مع ابن مسعود رضي الله عنه حين رمى جمرة العقبة فاستبطن الوادي حتى إذا حاذ بالشجرة اعترضها فرمى ب7 حسيات يكبر مع كل حسيات ثم قال من ها هنا والذي لا إله غيره قام الذي أنزلت عليه سورة البقرة صلى الله عليه وسلم. പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കാതിരിക്കുന്നത് വലിയ ജംറയിൽ അല്ലെങ്കിൽ ജംറത്തുൽ അഖബയിൽ കല്ലെറിഞ്ഞതിന് ശേഷം. മൻ റമാ ജംറത്തുൽ അഖബതി വലം യഖിഫ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ വിശദീകരിച്ചു ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ. ഖാലഹു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കല്ല് എറിഞ്ഞതിന് ശേഷം മറ്റ് 2 ജംറകളിൽ ജംറത്തുൽ ദുനിയായും ജംറത്തുൽ വുസ്തായും. എന്നിട്ട് ആളുകൾ പോയി നിരപ്പുള്ള സ്ഥലത്ത് നിൽക്കണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഖിബ്ല ലി കഅബ ലി മക്കയെ തിരിഞ്ഞു നിന്നുകൊണ്ട്. ഇദാ റമൽ ജംറത്തൈനി യഖൂമു മുസ്തഖ്ബിലൽ ഖിബ്ലതി വയുസ്ഹിലു. സാലിം വിശദീകരിക്കുന്നു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ കല്ലെറിയാറുണ്ടായിരുന്നു ജംറത്തുൽ ദുനിയ, കൈഫ് പള്ളിയുടെ അടുത്തുള്ള ജംറയാണ് ഉദ്ദേശിക്കുന്നത്. ചെറിയ 7 കല്ലുകൾ കൊണ്ടായിരുന്നു അദ്ദേഹം എറിഞ്ഞിരുന്നത്. അദ്ദേഹം ഓരോ കല്ലെറിയുമ്പോഴും തക്ബീർ ചൊല്ലാറുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം നേരെ പോകുമായിരുന്നു ആ നിരപ്പുള്ള സ്ഥലത്ത് എത്തുന്നതുവരെ. അവിടെ അദ്ദേഹം ഖിബ്ലയ്ക്ക് തിരിഞ്ഞ് നിന്നുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ കൈകൾ ഉയർത്തിക്കൊണ്ട്. എന്നിട്ട് കല്ലെറിയുമായിരുന്നു ജംറത്തുൽ വുത്സ, നടുക്കുള്ള ജംറയിൽ. എന്നിട്ട് അദ്ദേഹം വീണ്ടും ഇടത്തേക്ക് പോകുമായിരുന്നു ആ ഗ്രൗണ്ടിൻ്റെ നടുക്കേക്ക്. അവിടെ അദ്ദേഹം ഖിബ്ലയ്ക്ക് തിരിഞ്ഞ് നിൽക്കുമായിരുന്നു. അവിടെ അദ്ദേഹം ഒരുപാട് നേരം നിൽക്കുമായിരുന്നു അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട്, കൈകൾ ഉയർത്തിക്കൊണ്ട്. എന്നിട്ട് അദ്ദേഹം കല്ലെറിയുമായിരുന്നു ജംറത്തുൽ അഖബയിൽ, വലിയ ജംറയിൽ. അത് താഴ്വരയുടെ നടുക്ക് നിന്നുകൊണ്ടായിരുന്നു എറിഞ്ഞിരുന്നത്. പക്ഷേ അദ്ദേഹം അവിടെ ഒന്നും പറയുമായിരുന്നില്ല. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോവും. എന്നിട്ട് പറയും, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്.
عن سالم عن ابن عمر رضي الله عنهما أنه كان يرمي الجمرة الدنيا ب7 حصيات يكبر على إثر كل حصيات ثم يتقدم حتى يسهل فيقوم مستقبل القبلة فيقوم طويلا ويدعو ويرفع يديه ثم يرمي الوسطى ثم يأخذ ذات الشمال فيستهل ويقوم مستقبل القبلة فيقوم طويلا ويدعو ويرفع يديه ويقوم طويلا ثم يرمي جمرة ذات العقبة من بطن الوادي ولا يقف عندها ثم ينصرف ويقول هكذا رأيت النبي صلى الله عليه وسلم يفعله. കൈകൾ ഉയർത്തുന്നത് ദുആ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജംറത്തുൽ ദുനിയായുടെ അടുത്തും ജംറത്തുൽ വുസ്തായുടെ അടുത്തും. റഫീൽ യദൈനി ഇൻദ ജംറത്തുൽ ദുനിയ വൽ വുസ്ത. സാലിം ഇബ്നു അബ്ദുല്ലാഹ് വിശദീകരിക്കുന്നു, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ കല്ലെറിയാറുണ്ടായിരുന്നു ജംറത്തുൽ ദുനിയായിൽ. 7 ചെറിയ കല്ലുകൾ കൊണ്ടായിരുന്നു അദ്ദേഹം എറിഞ്ഞിരുന്നത്. അവിടെ തക്ബീർ പറയാറും ഉണ്ടായിരുന്നു ഓരോ കല്ല് എറിയുമ്പോഴും. അദ്ദേഹം എന്നിട്ട് മുമ്പോട്ട് പോകുമായിരുന്നു നിരപ്പുള്ള സ്ഥലത്ത് എത്തുന്നത് വരെ. അവിടെ അദ്ദേഹം ഒരുപാട് നേരം നിൽക്കുമായിരുന്നു ഖിബ്ലയ്ക്ക് തിരിഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട്. കൈകൾ ഉയർത്തിക്കൊണ്ടായിരുന്നു നിന്നത്. എന്നിട്ട് അദ്ദേഹം റമി ജംറത്തുൽ ഉസ്തയിൽ ചെയ്യുമായിരുന്നു ഇതുപോലെ തന്നെ. അത് ഇടതുവശത്തേക്ക് നിരപ്പുള്ള സ്ഥലത്തേക്ക് പോയിട്ടായിരുന്നു. അവിടെ അദ്ദേഹം കുറേ നേരം നിൽക്കുമായിരുന്നു ഖിബ്ലയ്ക്ക് തിരിഞ്ഞു നിന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട്. എന്നിട്ട് അദ്ദേഹം റമി അല്ലെങ്കിൽ കല്ലെറിയുമായിരുന്നു ജംറത്തുൽ അഖബയിൽ താഴ്വരയുടെ നടുക്ക് നിന്നുകൊണ്ടായിരുന്നു എറിഞ്ഞിരുന്നത്. പക്ഷേ അദ്ദേഹം ഒന്നും അപ്പോൾ പറയുമായിരുന്നില്ല. ഇബ്നു ഉമർ പറയാറുണ്ടായിരുന്നു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുപോലെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അൻ സാലിമിൻ ഇബ്നു അബ്ദുല്ലാഹ് അന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ കാന യർമിൽ ജംറത്തുദ് ദുനിയ ബിസബഇ ഹസയാത്തിൻ യുകബ്ബിറു അലാ ഇസ്രി കുല്ലി ഹസയാത്തിൻ ثم يتقدم فيسهل فيقوم مستقبل القبلة قياما طويلا فيدعو ويرفع يديه ثم يرمي الجمرة الوسطى كذلك فيأخذ ذات الشمال فيسهل ويقوم مستقبل القبلة قياما طويلا فيدعو يرفع يديه ثم يرمي الجمرة ذات العقبة من بطن الوادي ولا يقف ويقول هكذا رأيت النبي صلى الله عليه وسلم يفعل. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് 2 ജംറകളുടെ അടുത്ത്. അദ്ദുആഇ ഇൻദൽ ജംറത്തൈൻ. അസ്സുഹരി വിശദീകരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴൊക്കെ കല്ല് എറിഞ്ഞിട്ടുണ്ടോ മിനാ പള്ളിയുടെ അടുത്തുള്ള ജംറയിൽ, അദ്ദേഹം ചെറിയ 7 കല്ലുകൾ കൊണ്ടായിരുന്നു എറിഞ്ഞിരുന്നത്. എന്നിട്ട് തക്ബീറും പറയുമായിരുന്നു ഓരോ കല്ലെറിയുമ്പോഴും. എന്നിട്ട് അദ്ദേഹം മുമ്പോട്ട് പോകുമായിരുന്നു. അവിടെ കഅബയ്ക്ക് തിരിഞ്ഞ് നിന്നുകൊണ്ട് അദ്ദേഹം കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു കുറേ നേരം. എന്നിട്ട് അദ്ദേഹം രണ്ടാമത്തെ ജംറത്തുൽ വുസ്തയിലേക്ക് പോകുമായിരുന്നു. അവിടെ 7 പ്രാവശ്യം ചെറിയ കല്ലുകൾ എറിയുമായിരുന്നു. തക്ബീർ പറയുമായിരുന്നു ഓരോ കല്ല് എറിയുമ്പോഴും. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി ഇടതുവശത്തെ താഴ്വരയിലേക്ക് പോകുമായിരുന്നു. ഖിബ്ലയ്ക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം ജംറത്തുൽ അഖബയുടെ അടുത്തുള്ള ജംറയിലേക്ക് വരുമായിരുന്നു. അവിടെയും റമി അലി കല്ല് എറിയുമായിരുന്നു, 7 ചെറിയ കല്ലുകൾ. തക്ബീർ ഓരോ കല്ലെറിയുമ്പോഴും പറയുമായിരുന്നു. എന്നിട്ട് അവിടെ ഒന്ന് പോകുമായിരുന്നു. അദ്ദേഹം അവിടെ നിൽക്കാറില്ലായിരുന്നു. അസ്സുഹരി വിശദീകരിക്കുന്നു, സാലിം ഇബ്നു അബ്ദുള്ള പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അടിസ്ഥാനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്ന്. ഇബ്നു ഉമറും ഇതുപോലെ തന്നെ ചെയ്യാറുണ്ടായിരുന്നു. അനി സുഹരിയ്യി അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ റമൽ ജംറത്തല്ലതി തലി മസ്ജിദ മിനൻ യർമിഹാ ബിസബഇ ഹസയാത്തിൻ യുകബ്ബിറു കുല്ലമാ റമാ ബിഹസാത്തിൻ ثم تقدم أمامها فوقف مستقبل القبلة رافعا يديه يدعو وكان يطيل الوقوف ثم يأتي الجمرة الثانية فيرميها ب7 حصيات يكبر كلما رمى بحصاة ثم ينحدر ذات اليسار مما يلي الوادي فيقف مستقبل القبلة رافعا يديه يدعو ثم يأتي الجمرة التي عند العقبة فيرميها ب7 حصيات يكبر عند كل حصاة ثم ينصرف ولا يقف عندها. قال الزهري سمعت سالم ابن عبد الله يحدث بمثل هذا عن أبيه عن النبي صلى الله عليه وسلم وكان ابن عمر يفعله.
അല്ലാഹു അഅലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.